ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്നലെ ആയിരുന്നു ഫാദേഴ്സ് ഡേ. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഇന്നാണ്. ഇന്നലെ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ വീഡിയോ എടുക്കുന്നത് ഇന്നാണ്. അപ്പോൾ എല്ലാ അച്ഛന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഫാദേഴ്സ് ഡേ ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നതും ഫാദേഴ്സ് ഡേ പറ്റിയാണ്, അതായത് അച്ഛനെ പറ്റിയാണ് നമ്മൾ ഇന്നും സംസാരിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ അച്ഛന്മാര് നമ്മളോട് കാണിക്കുന്ന ആ ഒരു കരുതൽ, ആ ഒരു സ്നേഹം എത്രത്തോളം ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം വെച്ചാല് നമ്മുടെ അച്ഛൻ ഇപ്പൊ അവര് നമുക്ക് വേണ്ടി കെയർ ചെയ്യുന്നുണ്ട്, നമ്മളെ കൂടെ തന്നെ ഉണ്ട് നമ്മുടെ അച്ഛൻ. കാരണം നമ്മളെ പഠിപ്പിക്കാനും നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അവര് ജോലിക്ക് പോയി കഷ്ടപ്പെട്ട്. ചിലവർക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും, ഡേ ഷിഫ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാ ഷിഫ്റ്റ് ഒക്കെ ചെയ്ത് വന്ന് നമ്മളുടെ കൂടെ നിൽക്കുന്ന ആണ് നമ്മുടെ അച്ഛന്മാര്. അവർക്കുള്ളിൽ സ്നേഹമുണ്ട്, അവർ നമ്മളെ പ്രകടിപ്പിക്കും. ചിലപ്പോ എന്താ ചില അച്ഛന്മാർക്കാണെങ്കിൽ ഒട്ടും സമയം കിട്ടാറില്ല. എന്ന് വെച്ചാൽ നമ്മുടെ കാര്യങ്ങൾ നമ്മളെ കെയർ ചെയ്യാനായിട്ട് സമയം കിട്ടാറില്ല. അതുപരി അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. പൈസ ഫിനാൻഷ്യലി ആയാലും എല്ലാം ആയാലും നമുക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം അവർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പം നമുക്കൊരു ഭാഗ്യമാണ് അച്ഛൻ എന്ന് പറഞ്ഞാല്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭൂമിയിൽ ആദ്യമായിട്ട് വിളിക്കുന്നത് അമ്മയാണ്, രണ്ടാം സ്ഥാനം ആണ് അച്ഛനും. മാതാപിതാ എന്നല്ലേ വരാം. അപ്പൊ പിതാവാണ് നമ്മളെ ജനിപ്പിച്ച ആളാണ്. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ ഉണ്ടാവും. നമ്മുടെ കൈ ഇപ്പൊ നമ്മുടെ ചെറുപ്പം തൊട്ട് ഇപ്പൊ നമ്മള് എണീറ്റ് നടക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഓരോരുത്തർക്ക് ഉണ്ടാവും അച്ഛന്മാരെ ഇഷ്ടം എന്നുള്ള കാറ്റഗറിയിൽ ഉണ്ടാവും. അച്ഛന്മാരെ കൂടുതൽ ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ പ്രകൃതിയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അങ്ങനെ. എനിക്കാണെങ്കിൽ അച്ഛനും അമ്മയും ഇഷ്ടമാണ്, ഒരുപോലെയാണ്, എനിക്കിഷ്ടമാണ്. കാരണം വെച്ചാൽ ഇപ്പൊ എന്നെയും ഇതുപോലെ ആക്കാനായിട്ട് പ്രേരിപ്പിച്ചതും എൻ്റെ അച്ഛനാണ്. ഇപ്പൊ ഈ ഫാദേഴ്സ് ഡേ പറ്റി പറയുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ പറഞ്ഞ ഓരോ കാര്യങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ അല്ല പഠിച്ചതെന്ന്, ഞാൻ ബാംഗ്ലൂരാ പഠിച്ചതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് മലയാളം തന്നെ സംസാരിക്കാനും അല്ലെങ്കിൽ അക്ഷരങ്ങൾ എഴുതാനും ഒന്നും എനിക്ക് തീരെ അറിയത്തില്ലായിരുന്നു. അപ്പൊ ഇതിനൊക്കെ എന്നെ സഹായിച്ചത് എൻ്റെ അച്ഛനാണ്. അച്ഛൻ പറഞ്ഞായിരുന്നു മലയാളം നമ്മൾ പഠിച്ചിരിക്കണം. എന്നെങ്കിലും ഏതെങ്കിലും കാലത്ത്, ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഞാൻ ഒരു കേരളത്തിൽ വരും, ഇവിടെ സെറ്റിൽഡ് ആവുന്നു. കാരണം എനിക്ക് കേരളത്തിൽ നിൽക്കാനായിട്ട് ഒരു താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. അപ്പൊ എനിക്ക് പുറത്ത് ബാംഗ്ലൂരിൽ തന്നെ സെറ്റിൽ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അത് നടന്നില്ല. അപ്പൊ കേരളത്തിലോട്ട് വന്ന് കേരളത്തില് ബസിന്റെ പേര് വായിക്കുക, ഒരു കടയുടെ പേര് വായിക്കുക, അങ്ങനെ നമുക്ക് ഇവരാണെങ്കിൽ നമുക്ക് യൂഷ്വലി മലയാളം മാത്രമാണ്. അപ്പൊ അത് പറഞ്ഞു തന്നത് എൻ്റെ അച്ഛനാണ്. അപ്പം ആ അച്ഛനെ ഞാൻ ഈ ഒരു സമയത്തെങ്കിലും ഞാനത് ഓർക്കുകയെന്ന് വെച്ചാൽ അച്ഛൻ പറഞ്ഞ വാക്കുകൾ, മലയാളം നമ്മൾ പഠിച്ചിരിക്കണം, മലയാളം നമ്മളുടെ മാതൃഭാഷയാണെന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞത്. അപ്പൊ ആ വാക്കുകൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞ കാര്യം എനിക്കിപ്പോ നല്ലപോലെ ഉപകാരമായി അത്. കാരണം വെച്ചാൽ എനിക്കിപ്പോ ഇത്രയും നന്നായിട്ട് നിങ്ങളുടെ മുന്നിൽ മലയാളം സംസാരിക്കാൻ പറ്റി. അതുപോലെ തന്നെ എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് എൻ്റെ അച്ഛനോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ അച്ഛന്മാർ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, ഓരോ നല്ല നല്ല കാര്യങ്ങളും. പിന്നെ അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ്. അതായത് നമുക്ക് വിവാഹപ്രായം എത്തുന്നതും വരെ അവരുടെ ചുമതലയാണ് നമ്മളെ നോക്കുക, നമ്മളെ കെയർ ചെയ്യുക, നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുക, നമ്മുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളും അവരാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പൊ കല്യാണത്തിന്റെ ആ ഒരു നിമിഷം എത്തുമ്പോൾ നമ്മൾ പലരും ഇപ്പൊ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് നോക്കുമ്പോ കാണാം നമ്മുടെ അച്ഛന്റെ കണ്ണ് നിറയുക, അച്ഛൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. തന്റെ മകൾ, ഇപ്പൊ മകൾക്കായാലും അച്ഛനോട് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും, ആ അച്ഛനും മകളോട് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ആ മകൾ തന്നെ വിട്ടു പോവുക, പോവാന്നല്ല, വേറെ വീട്ടിലോട്ട്, ഭർത്താവിന്റെ വീട്ടിലോട്ട് പോവുക കല്യാണം കഴിഞ്ഞ് എന്ന് നോക്കുമ്പോ ആ അച്ഛന് നല്ല വിഷമം ഉണ്ടാവും. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, എൻ്റെ അച്ഛന്റെ കേസിൽ പറയുകയാണെങ്കിൽ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ലതുപോലെ വിഷമം തോന്നിയ ഒരു സിറ്റുവേഷൻ ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരച്ഛന്റെ ആ ഒരു വിഷമം അത് എത്രത്തോളം ആണെന്ന് എനിക്ക് പേഴ്സണലി മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മളുടെ ഉള്ളിലെ ഒരു ഫീലിങ്സ്, ഇപ്പൊ നമുക്ക് ഒരാളുടെ വിഷമം മനസ്സിലാവുക എന്നുണ്ടെങ്കിൽ നമ്മൾ അച്ഛന്റെ അമ്മയുടെ വിഷമം മനസ്സിലാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. കാരണം വെച്ചാൽ അവര് നമുക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. ഇപ്പൊ ഞാൻ ഇതുവരെ ഇവിടെ നിൽക്കാനുള്ള സ്റ്റേജിനുള്ള കാരണം എൻ്റെ അച്ഛനാണ്. കാരണം വെച്ചാൽ അച്ഛൻ പഠിപ്പിച്ചു, വലിയ നിലയിലെത്തി, അങ്ങനെ
ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ ആ അച്ഛനെ നമ്മൾ ബഹുമാനിക്കുക വേണ്ടത്. എന്നും നമ്മളെ ചേർത്ത് നിർത്തുക. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ എന്നും ചേർത്ത് നിർത്തുക. കാരണം വെച്ചാൽ ഇപ്പൊ അച്ഛനില്ലെങ്കിൽ നമ്മളൊന്നുമില്ല. കാരണം വെച്ചാൽ നമ്മൾ പല കേസുകളിലും കാണാറുണ്ട്. ഇപ്പൊ അച്ഛന്മാരെ ഇല്ലെങ്കിൽ അമ്മമാര് കഷ്ടപ്പെടുന്നതും തന്റെ മകനെയോ മകളെയോ വളർത്താനായിട്ട് ഒത്തിരി കഷ്ടപ്പെടുന്നതും ഒത്തിരി ബുദ്ധിമുട്ടി അവരെ പഠിപ്പിക്കാനായിട്ട് കുറെ സർവൈവൽ ചെയ്യുന്നതും ജോലിക്ക് പോകുന്നതും വീട്ടുജോലിക്ക് പോകുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ആ അച്ഛൻ ഇല്ലാത്തവർക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടും വാല്യൂ മനസ്സിലാവത്തുള്ളൂ. കാരണം നമുക്ക് അച്ഛനുണ്ട്. പക്ഷെ നമ്മള് ഈ സമൂഹത്തിൽ നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ അച്ഛനെ നമ്മൾ എന്നും ഓർക്കുക. നമുക്കിപ്പോ ഈ നിമിഷത്തിന് മാത്രമല്ല, ഇതൊരു ഫാദേഴ്സിന്റെ ഒരു ദിവസമാണെങ്കിലും നമ്മൾ ഈ നിമിഷം മാത്രം അവരെ ഓർത്താ പോരാ. നമ്മള് എല്ലാം ഏതെങ്കിലും സുദീന നിമിഷങ്ങൾ എപ്പോഴും ഓർക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു. അവരിപ്പോ ഇത്രയായി, അവരിപ്പോ ഏജ് ആയി. ഇപ്പൊ നമ്മള് ആണ് അവരെ നോക്കേണ്ടത്. അച്ഛനെയും അമ്മയെ നോക്കേണ്ടത് നമ്മളാണ്. അപ്പൊ നമ്മള് അത് നല്ല രീതിയിൽ നോക്കുക. കാരണം വെച്ചാൽ അവർക്ക് നമ്മൾ കാരണം ഒരു വേദന വരുവോ അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുവോ ഒന്നും ചെയ്യാതെ അവർ ഇപ്പൊ പ്രായമായ ഓബിയസ്ലി ഓരോരുത്തർക്ക് വയ്യായിക വരും, പ്രശ്നങ്ങൾ വരും. പക്ഷെ നമ്മൾ എന്തുണ്ടെങ്കിലും നമ്മൾ അത് നോക്കുക. കാരണം നമുക്ക് ചെറുപ്പത്തിലെ ഇപ്പൊ നമ്മള് അച്ഛനും അമ്മയും ആയിട്ടുള്ളവരും അല്ലെങ്കിൽ ആകാൻ പോകുന്നവരും ഒക്കെയാണ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അച്ഛന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ആണെന്നുള്ളത്. കാരണം അമ്മയെ പോലെ തന്നെ ഈക്വൽ ആണ് അച്ഛനും. കാരണം വെച്ചാൽ വേഗം അച്ഛൻ നോക്കുന്നതും ഇപ്പൊ മകൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് പരിഹരിക്കപ്പെടുന്നതും ഒക്കെ തന്റെ അച്ഛൻ അനുഭവിക്കുന്ന ആ ഒരു ടെൻഷൻ, ആ ഒരു വിഷമം നിങ്ങൾക്ക് പേഴ്സണലി പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം വെച്ചാൽ അത് എല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടാവും. അച്ഛൻ എന്ന് പറയുന്ന ഒരു മഹത്തായ ഒരു കാര്യമാണ്. കാരണം നമ്മളിപ്പോ നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അച്ഛൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്. അല്ലാതെ അവർക്ക് വേണ്ടിയിട്ടോ അവർക്ക് സുഖിക്കാനോ ഒന്നുമല്ല. നമ്മളുടെ ഭാവി സുരക്ഷിതമാക്കുക, നമ്മൾക്ക് നല്ലൊരു വരനെ തേടുക, എന്നിട്ട് ആ വരന്റെ കൈ നമ്മളെ ഏൽപ്പിക്കുക. എന്നിട്ടും അച്ഛന്റെ പ്രശ്നം തീരുന്നില്ല. കാരണം വെച്ചാൽ അച്ഛൻ ഇപ്പൊ ആ പ്രശ്നം തീരുന്നില്ല. എന്നിട്ടും അച്ഛന്മാർ ചിന്തിക്കുന്നത് എന്തുവാ, തന്റെ മകൾ അവിടെ സുരക്ഷിതയാണോ, അവിടെ എന്തുവാ ആളുടെ കൂടെ ജീവിക്കുന്നത് നല്ല രീതിയിലാണോ, അവൾക്ക് അവിടെ സുഖമാണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പൊ എല്ലാ എന്റെ അച്ഛനും അതുപോലെയാണ്. കാരണം പേഴ്സണലി എന്റെ ഒരു സ്വഭാവം എന്താന്ന് വെച്ചാലും ഞാൻ അങ്ങനെ പേഴ്സണലി ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും ഞാൻ അങ്ങനെ ഷെയർ ചെയ്യുന്ന കൂട്ടത്തിലല്ല. അപ്പൊ എനിക്ക് അത്ര ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും ഫ്രണ്ട്സ് ആയിക്കോട്ടെ അത്ര മാത്രമേ ഷെയർ ചെയ്യത്തുള്ളൂ. കാരണം എനിക്ക് പേഴ്സണലി അച്ഛനെയും അമ്മയെ വേദനിപ്പിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പൊ അതുപോലെ തന്നെ എന്റെ അച്ഛന് അതൊരു വിഷമമുണ്ട്. അച്ഛൻ എപ്പോഴും ഇങ്ങനെ പറയും അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ, അവളൊന്നും പറയത്തുമില്ല. അങ്ങനെയൊക്കെ എന്റെ അച്ഛൻ ഒരുപാട് മനസ്സിൽ തട്ടി ഓരോ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പൊ അത് അവർക്കത് വിഷമമുള്ളത് കൊണ്ട് അവരങ്ങനെ പറയുന്നത്. അപ്പൊ അവര് ചിന്തിക്കുന്ന രീതി എന്താ, തന്റെ മകൾ ഒരിക്കലും കഷ്ടപ്പെടരുത് എന്നാണ്. ഇപ്പൊ അവരുടെ ചുമതല ഇപ്പൊ ഓരോരുത്തർ ചിന്തിക്കുന്നുണ്ടോ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അച്ഛന്റെ അമ്മയുടെ ഉത്തരവാദിത്തം തീർന്നു എന്നുള്ളത്. പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ പണ്ടത്തെ കാലത്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും അവർക്ക് വീട്ടിൽ പോകാനോ അല്ലെങ്കിൽ അച്ഛന്റെ അമ്മേനെ കൂടെ നിൽക്കാനോ ഒന്നും സാധിക്കാത്ത ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാവർക്കും തന്നെ അച്ഛന്മാരും അമ്മമാരും കൂടെയുണ്ട്. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം. ഓക്കെ, അത് പരിഹരിക്കപ്പെടും. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, എന്താ പ്രശ്നം എന്ന് മനസ്സിലാക്കി തന്റെ മകളുടെ സുരക്ഷിതത്വം ആഗ്രഹിക്കുന്ന അച്ഛന്മാര് തന്നെ ഈ ലോകത്ത് കാണും. എല്ലാവരും അതേപോലെയാണ് ചിന്തിക്കുന്നതും ചെയ്യുന്നതും. ഓക്കെ, അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ അച്ഛന്മാരും ഒക്കെ നിങ്ങൾക്കും ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്കും ഈ ഒരു ദിനത്തിൽ നമ്മൾ അത് ഓർക്കാറുണ്ട്. ഇപ്പൊ നമുക്ക് ഓരോരുത്തരെ എന്ന് വെച്ചാൽ അച്ഛന്മാരില്ലായിരിക്കും. അപ്പോ അവർക്ക് ചിന്തിക്കുന്നുണ്ടാവും, ഓ ഇന്നത്തെ ദിവസം ഇല്ലല്ലോ എന്നുള്ളത്. അപ്പൊ ഈ ഒരു ദിവസം വെച്ചിരിക്കുന്ന തന്നെ അച്ഛന്മാർക്ക് വേണ്ടിയിട്ടുള്ള ദിവസമാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും ആ ഒരു ദിവസം മറക്കരുത്. പിന്നെ നമ്മൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്തുവാ, അവരെ നോക്കുക, അവരെ കെയർ ചെയ്യുക. നമ്മള് അവരെ നമ്മളെ എങ്ങനെ അവരെ കെയർ ചെയ്തിരുന്നു നോക്കി അതുപോലെ തന്നെ നമ്മളും നോക്കാനായിട്ട് ശ്രമിക്കുക. അവരെ കൂടെ തന്നെ നിൽക്കുക, അവർക്ക് വേണ്ടിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ ആ ഒരു സന്തോഷം വരും. കാരണം ഇപ്പൊ തന്റെ മകള് വേറെ ഒരാളുടെ കൂടെ പോവാണെങ്കിൽ, വിവാഹം കഴിഞ്ഞ വേറെ വീട്ടിലേക്ക് പോകുമ്പോ നമ്മളെ കൈവിരിച്ച് തരുമ്പോ ആ അച്ഛന് ഒരുമാതിരി വിഷമമുണ്ട്. എനിക്കത് പേഴ്സണലി ഫീൽ ആയിട്ടുണ്ട്. കാരണം വെച്ചാല് ഇപ്പൊ നമ്മള് അച്ഛന്മാരാണല്ലോ നമ്മളെ കൈവിരിച്ച് മണ്ഡപത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഓരോ നാട്ടിൽ അങ്ങനെയാണ്, പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് കൊണ്ടുവരുന്നത്. അപ്പത്തേക്കും അച്ഛൻ അനുഭവിക്കുന്ന ആ ഒരു സ്ട്രെസ്, ആ ഒരു വിഷമം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. എനിക്കത് പേഴ്സണലി നല്ലപോലെ മനസ്സിലാവുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ എനിക്കത് അറിയാൻ പറ്റും എത്രത്തോളം വിഷമമാണ് അവരുള്ളിൽ അനുഭവിക്കുന്നതെന്നുള്ളത്.
നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ഈച്ച് ആൻഡ് പേഴ്സണലി നമുക്ക് അച്ഛന്മാരുടെ പ്രശ്നങ്ങളും ഇതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയാൽ അവിടെയും കാണും നമുക്ക് ഒരു അച്ഛനും അമ്മയും. പക്ഷെ അവരുടെ സ്വഭാവം നമുക്ക് അറിയത്തില്ല, അവർ എത്രത്തോളാണ്. ഇപ്പൊ നമ്മളെ അച്ഛനെ മാത്രമേ സ്നേഹിക്കൂ, നമ്മുടെ അച്ഛനെ മാത്രമേ നമ്മൾ വിശ്വസിക്കൂ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഭർത്താവിന്റെ അച്ഛനായാലും ചിലപ്പോൾ നമ്മുടെ അച്ഛനെക്കാട്ടിലും പാവമായിരിക്കും, നിഷ്കളങ്കനായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കർക്കശക്കാരനായിരിക്കും. ഇപ്പൊ ദേഷ്യമുള്ള ആളായിരിക്കും, എന്ത് ഞാൻ ആയിക്കോട്ടെ, അതും ഒരു അച്ഛനാണ്. ഭർത്താവിന്റെ അച്ഛനാണെങ്കിൽ നമുക്കും അത് അച്ഛൻ പോലെയാണ്. നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ അച്ഛനും നമ്മുടെ അമ്മയ്ക്കും ഒക്കെ നല്ലതേ വരത്തുള്ളൂ. കാരണം നമ്മുടെ കുട്ടി ആ വീട്ടിൽ പോയിട്ട് അവരെ അച്ഛനെയും അമ്മയായിട്ട്, ഇപ്പൊ നമ്മുടെ പേരൻസ് ഒക്കെ പറയുന്നത് എന്തുവാ, കല്യാണം കഴിക്കുമ്പോൾ അവരെല്ലാവരും നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്, നീ പുതിയ വീട്ടിലോട്ട് പോവാ, അപ്പൊ അവിടെ നിനക്ക് അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അത് നിന്റെ സ്വന്തം അച്ഛനും അമ്മയാണെന്ന് എല്ലാ മാതാപിതാക്കളും പറഞ്ഞു തരും. എന്റെ അമ്മയെ എനിക്കിങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുപോലെ തന്നെ ഞാൻ പറയാണ്, അപ്പൊ ഇങ്ങനെ മാതാപിതാക്കളും ഇങ്ങനെ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അപ്പൊ നമുക്ക് അവിടുത്തെ അച്ഛനെ നമുക്ക് അച്ഛനായിട്ട് കാണാം. ഓക്കെ, അപ്പൊ അത് വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത് അച്ഛനെ പറ്റിയിട്ടുള്ള മോട്ടിവേഷൻ ആയിരുന്നു. എങ്ങനെയാണ് അച്ഛന്മാർ നമുക്ക് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവർ, ഒരുപാട്. നമുക്ക് വയ്യായിക വന്നാലും നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അതേപോലെ നമ്മുടെ കാര്യത്തിൽ സന്തോഷിക്കുകയും ഉണ്ടാവും. അതുപോലെ പെൺകുട്ടികൾ മെച്ചൂർ ആയാലോ, അവർക്ക് എന്തെങ്കിലും ഇപ്പൊ 18 ഇയേഴ്സ് ഒക്കെ ആയി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി അച്ഛന്മാര് നല്ലതുപോലെ സന്തോഷിക്കുന്നുണ്ട്. അച്ഛന്മാര് പെൺമക്കളാന്ന് പറഞ്ഞിട്ട് അവര് ഉപേക്ഷിക്കാറില്ല. നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന അച്ഛന്മാരെ ഞാൻ ഒരുപാട് കാണാറുണ്ട്. ഡെയിലി ലൈഫിൽ ഞാൻ കാണാറുള്ള കാര്യമാണത്. കാരണം വെച്ചാൽ അച്ഛന്മാർക്കും അത്രത്തോളം ഇഷ്ടമാണ് പെൺകുട്ടികൾ എന്ന് പറഞ്ഞാലും അവർ നല്ലപോലെ കെയർ ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. സോ അത് അവർക്കത് അത്രത്തോളം ഇഷ്ടമായത് കൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ ചെറിയൊരു മോട്ടിവേഷണൽ സ്പീച്ച് ആയിരുന്നു ഫാദേഴ്സ് ഡേ പറ്റി. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അപ്പോൾ അത്രേ ഉള്ളൂ. സോ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും പിന്നെ അടുത്ത ക്ലാസ് ആയിട്ട് കാണുന്നു, അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും സി യു.